ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രൈസ്തവ സമൂഹം പെന്തക്കോസ്ത് ഞായറായിട്ട് ആചരിക്കുന്ന ദിനമാണ് വരുന്ന ഞായറാഴ്ച. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉയർപ്പിന് ശേഷം 50-ാമത്തെ ദിവസം ശിഷ്യന്മാർ ഒരുമിച്ച് കൂടിയിരിക്കുന്നിടത്താണ് ക്രിസ്തു വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ലഭ്യമാകുന്നത്. 10 ദിവസങ്ങൾക്ക് മുൻപ്, ഉയർപ്പിനും 40 ദിവസത്തിന് ശേഷം കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണ വേളയിൽ ശിഷ്യന്മാർ ഒലിവ് മലയുടെ അരികിൽ കൂടിയിരിക്കുമ്പോൾ ക്രിസ്തുവിനോട് ചോദിക്കുന്നുണ്ട്, കർത്താവെ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തുന്ന കാലം ഇപ്പോഴാണോ അതോ പിന്നീടാണോ? എപ്പോഴാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യത്തിന് യഥാസ്ഥാനം ഉണ്ടാകുന്നത്? ക്രിസ്തു നൽകുന്ന മറുപടി, ഈ കാലം എനിക്കറിയില്ല, എൻ്റെ പിതാവിനെ അറിയാവൂ എന്നാണ്. എന്നാൽ കർത്താവ് അവരോട് പറയുന്നുണ്ട്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ യെരുശലേമിലും യഹൂദയിൽ എല്ലായിടത്തും സമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ ശിഷ്യന്മാർ ആകും. ക്രിസ്തുവിന്റെ ഉപദേശം അനുസരിച്ച് ശിഷ്യന്മാർ യെരുശലേമിലേക്ക് മടങ്ങിപ്പോവുകയും ഒരു മാളിക മുറിയുടെ മുകളിൽ ഏകദേശം 120ഓളം പേർ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥനയോടെ ഒരുക്കത്തോടെ കാത്തിരുന്നുവെന്നാണ്. 10 ദിവസത്തെ കാത്തിരിപ്പിന് ഒടുവിൽ ഉയർപ്പിന്റെ 50-ാമത്തെ നാൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ കടന്നു വരുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം അത് രേഖപ്പെടുത്തുന്നത് ഇപ്രകാരമാണ്: ഒരു വലിയ മുഴക്കം പോലെ, ഒരു വലിയ കാറ്റടിക്കുന്ന മുഴക്കം പോലെ ഒരു മുഴക്കം അവർ ഇരുന്ന ഭവനത്തെ നിറച്ചു. ഈ മുഴക്കം ഈ മുറിക്കകത്ത് ഇരുന്നവർ മാത്രമല്ല, യെരുശലേമിൽ കടന്നു വന്ന ജനമെല്ലാം ഈ മുഴക്കം കേൾക്കുന്നുണ്ട്. അതുപോലെ അഗ്നിജ്വാല പോലെ പിളർന്ന നാവുകൾ പ്രത്യക്ഷമാവുകയും അവരുടെ മേൽ പതിക്കുകയും ചെയ്യുകയും അവർ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി അന്യഭാഷകളിൽ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. കാത്തിരുന്ന ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് ആദ്യമായി വന്നതായി കണക്കാക്കപ്പെടുന്ന ദിവസമാണ് പെന്തക്കോസ്ത് നാൾ. അതുകൊണ്ട് തന്നെ ക്രൈസ്തവ സമൂഹം ഈ ദിവസത്തെ പരിശുദ്ധാത്മാവ് ലഭ്യമായ ദിവസമായി വളരെ പ്രാധാന്യത്തോടെ കാണുകയും ആചരിക്കുകയും ചെയ്യുന്ന ദിവസമാണ്. ഉയർപ്പിന്റെ 50-ാം ദിനമാണ്. എന്നാൽ വചനം പറയുന്നത് പെന്തക്കോസ്ത് നാളിൽ ശിഷ്യന്മാർ ഒരുമിച്ച് കൂടിയിരുന്നു എന്നാണ്. അതായത് ക്രൈസ്തവ സഭയ്ക്ക് പരിശുദ്ധാത്മാവ് ലഭ്യമായ ദിവസമല്ല പെന്തക്കോസ്തായി മുൻപ് ആചരിച്ചിരുന്നത്. ഇസ്രായേൽ ജനതയുടെ ആഘോഷങ്ങളിൽ പ്രധാനപ്പെട്ട ആഘോഷങ്ങളിൽ ഒന്നാണ് പെന്തക്കോസ്ത് എന്നത്. അവർ മിസ്രയീമിൽ നിന്നും പുറപ്പെട്ടതിന്റെ ഓർമ്മകളിൽ ഒന്നാണ് പെന്തക്കോസ്ത്. പെസഹയായിട്ട് ജനം ആചരിക്കുന്നത് മിസ്രയീമിൽ നിന്നുള്ള അടിമത്വത്തിന്റെ വിടുതലാണ് എങ്കിൽ പെസഹ കഴിഞ്ഞ് 50-ാമത്തെ ദിവസം കൊയ്ത്ത് പെരുന്നാളായി യഹൂദന്മാർ ആചരിക്കാറുണ്ട്. യവക്കൊയ്ത്തിന്റെ അവസാനവും ഗോതമ്പ് കൊയ്ത്തിന്റെ ആരംഭവുമായ ദിനമായിട്ടാണ് പെന്തക്കോസ്ത് ദിനം യഹൂദന്മാർ ആചരിക്കുന്നത്. പുറപ്പാടിന്റെ 50-ാമത്തെ ദിനം യഹൂദന്മാരുടെ വിശ്വാസമനുസരിച്ച് ഈ 50-ാമത്തെ ദിവസമാണ് സീനായ് പർവ്വതത്തിൽ വെച്ച് യഹോവയായ ദൈവം പലകകളിൽ 10 കൽപ്പനകൾ എഴുതി ന്യായപ്രമാണം അവർക്ക് നൽകിയത്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ജനതയ്ക്ക് ന്യായപ്രമാണം ലഭിച്ച ദിവസമാണ് പെന്തക്കോസ്ത് നാളായിട്ട് അവർ ആചരിക്കുന്നത്. അന്നേ ദിവസം കൊയ്ത്ത് പെരുന്നാളായിട്ടും അവർ ആചരിക്കാറുണ്ട്. പുതിയ നിയമത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ പ്രവചനങ്ങളുടെ പൂർത്തീകരണമായി പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിനെ ദൈവജനത്തിന് നൽകുമ്പോൾ പഴയ നിയമ പ്രവചനങ്ങളുടെ പൂർത്തീകരണം, നിവൃത്തീകരണം കൂടിയാണ് ഇവിടെ സംഭവിക്കുന്നത്. യെഹെസ്കേൽ പ്രവാചകനിലൂടെ യഹോവയായ ദൈവം ഇപ്രകാരം പ്രവചിക്കുന്നുണ്ട്. യെഹെസ്കേൽ പ്രവചനം 36-ാം അധ്യായം 26-27 വാക്യങ്ങൾ: ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കി എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. ഇന്നലെ വരെ കല്ലിൽ എഴുതപ്പെട്ട ഒരു നിയമമാണ് നിങ്ങൾക്ക് നൽകിയെങ്കിൽ എൻ്റെ ആത്മാവിനെ വരും നാളുകളിൽ നിങ്ങളുടെ ഉള്ളിലാക്കി എൻ്റെ ചട്ടങ്ങളിൽ പ്രകാരം, എൻ്റെ കൽപ്പനകളിൽ പ്രകാരം നിങ്ങളെ ഞാൻ നടക്കുമാറാക്കും. യിരെമ്യാ പ്രവാചകനിലൂടെ നൽകുന്ന പ്രവചന പ്രകാരമാണ്. യിരെമ്യാ പ്രവചനം 31-ാം അധ്യായം 33-ാമത്തെ വാക്യം: ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവൻ എനിക്ക് ജനമായും ഇരിക്കും. ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും.
കല്ലുകളിൽ എഴുതിയ നിയമത്തെ ഞാൻ അവരുടെ ഹൃദയങ്ങളിൽ എഴുതും എന്നാണ്. ഇപ്രകാരം നിയമത്തെ, ചട്ടങ്ങളെ, കൽപ്പനകളെ മനുഷ്യന്റെ ഹൃദയങ്ങളിൽ എഴുതി കല്ലായുള്ള ഹൃദയങ്ങളെ മാംസമുള്ള ഹൃദയങ്ങളായി, ന്യായപ്രമാണം എഴുതപ്പെട്ട ഹൃദയമായി, വചനം നിറയപ്പെട്ട ഹൃദയമായി ദൈവം രൂപാന്തരപ്പെടുത്തുന്ന ദിനമാണ് പെന്തക്കോസ്ത് നാൾ, പരിശുദ്ധാത്മാവിനെ പകരുന്ന ദിനം. ഈ ദിവസങ്ങളിൽ ക്രൈസ്തവ സഭ പെന്തക്കോസ്ത് ദിനമായിട്ട് ആചരിക്കുമ്പോൾ ഈ 2025 വർഷത്തെ പെന്തക്കോസ്ത് നമുക്ക് നൽകുന്ന ആത്മീക ചിന്തകൾ എന്തൊക്കെയാണ്? ദക്ഷിണേന്ത്യ സഭ ഇന്ന് ചിന്തയ്ക്കായിട്ട് നൽകിയിരിക്കുന്ന വിഷയം പരിശുദ്ധാത്മാവെ വന്ന് ഞങ്ങളെ സ്വതന്ത്രരാക്കുക എന്നാണ്. ഒരു പ്രാർത്ഥനാ വിഷയമാണ്, ഒരു പ്രാർത്ഥനയാണ്. പരിശുദ്ധാത്മാവെ വന്ന് ഞങ്ങളെ സ്വതന്ത്രമാക്കുക. യെശയ്യാ പ്രവചനം 61 അധ്യായത്തെയും ലൂക്കോസ് സുവിശേഷം 4 അധ്യായം 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങളെയും അപ്പോസ്തല പ്രവൃത്തികൾ 2 അധ്യായത്തെയും അടിസ്ഥാനമാക്കിയാണ് ഈ ചിന്ത ധ്യാനിപ്പാനായിട്ട് സഭ നമുക്ക് നൽകിയിരിക്കുന്നത്. പെന്തക്കോസ്ത് എന്ന വാക്കിന് അർത്ഥം 50 എന്നാണ്. ഇത്രയും പെൻഡ എന്ന വാക്കിന് അർത്ഥം 5 എന്നാണ്. പെന്തക്കോസ്ത് എന്നത് 50 എന്നാണ്. 50 ദിവസം എന്നതാണ് അർത്ഥം. പുറപ്പാടിന്റെ 50-ാം നാൾ, ഉയർപ്പിന്റെ 50-ാം നാൾ, ഈ 2 അർത്ഥങ്ങളിലും പെന്തക്കോസ്ത് നമുക്ക് വ്യാഖ്യാനിക്കുവാനായിട്ട് കഴിയും. ഇസ്രായേൽ ജനതയെ സംബന്ധിച്ച് 50-ന് കുറച്ചുകൂടി പ്രത്യേകതയുണ്ട്. 7 ആഴ്ചവട്ടങ്ങൾ കൂടുന്ന ദിവസമാണ് 50-ാം ദിവസം. അതുകൊണ്ട് തന്നെ 50-ാമത്തെ വർഷം അവർ ജൂബിലി വർഷമായിട്ടാണ് ആചരിച്ചിരുന്നത്. ജൂബിലി വർഷത്തിന്റെ പ്രത്യേകത അത് സ്വാതന്ത്ര്യത്തിന്റെ വർഷം എന്നതാണ്. 50-ാമത്തെ വർഷം 50 സ്വാതന്ത്ര്യത്തിന്റെ ദിനമാണ്, സ്വാതന്ത്ര്യത്തിന്റെ വർഷമാണ്. അടിമകൾ സ്വതന്ത്രമാകുന്ന വർഷമാണ് ജൂബിലി വർഷം. വിമോചനത്തിന്റെ വർഷമാണ്, കൃപയുടെ, കരുണയുടെ വർഷമാണ്. അടിമകൾ സ്വതന്ത്രരാകുന്നു എന്ന് മാത്രമല്ല, കടമായിട്ട് വാങ്ങിയതൊക്കെ മടക്കി നൽകേണ്ടുന്ന, കൈമോശം വന്നതൊക്കെ തിരികെ ലഭ്യമാകുന്ന, നിലങ്ങൾ പോലും സ്വതന്ത്രമാകുന്ന, ശുദ്ധീകരിക്കപ്പെടുന്ന വിമോചനത്തിന്റെ, സ്വാതന്ത്ര്യത്തിന്റെ വർഷമാണ് ജൂബിലി. സ്വാതന്ത്ര്യത്തിന്റെ ദിനമാണ് 50. അതുകൊണ്ട് തന്നെ ദക്ഷിണേന്ത്യ സഭ ഇന്ന് പരിശുദ്ധാത്മാവെ ഞങ്ങളെ സ്വതന്ത്രരാക്കണമേ എന്ന് പറയുമ്പോൾ ഉയർപ്പിന്റെ 50-ാം നാൾ, പെന്തക്കോസ്ത് ദിനമായിട്ട് നാം ആചരിക്കുന്ന ഈ ദിവസം അത് സ്വാതന്ത്ര്യത്തിന്റെ, വിടുതലിന്റെ, വിമോചനത്തിന്റെ ദിനമായി മാറട്ടെ. ഈ പ്രാർത്ഥന നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഏതൊക്കെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നാണ് നമുക്ക് സ്വാതന്ത്ര്യം ആവശ്യമായിരിക്കുന്നത്? വേദപുസ്തകത്തിൽ 2 കൊരിന്ത്യർ 3 അധ്യായം 17-ാമത്തെ വാക്യപ്രകാരം പറയുന്നുണ്ട്, കർത്താവ് ആത്മാവാകുന്നു, കർത്താവിന്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. കർത്താവ് ആത്മാവാകുന്നു, കർത്താവിന്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. കർത്താവിന്റെ ആത്മാവ് ഉള്ളിടത്ത് എന്തുതരം സ്വാതന്ത്ര്യമാണ് ലഭ്യമാകുന്നത്? റോമർ 8 അധ്യായം 2 വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ സഭയോട് പറയുന്നുണ്ട്, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണങ്ങളിൽ നിന്നും ക്രിസ്തു യേശുവിന്റെ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു എന്നാണ്. ഒന്നാമതായി പരിശുദ്ധാത്മാവിലൂടെ, ആത്മാവിലൂടെ നമുക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യം പാപത്തിന്റെ അടിമത്വത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. പാപത്തിന്റെ അടിമത്വത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. ഇന്നലകളിലെ അശ്രദ്ധകൾ മുഖാന്തരമോ കരങ്ങളിൽ ഉണ്ടായിരുന്ന വിഭവങ്ങൾ ശരിയായിട്ട് വിനിയോഗിക്കാൻ കഴിയാത്തത് കൊണ്ടോ കടക്കണിയിലായി പോയ ഒരു കൂട്ടം സാധാരണ ജനത തങ്ങളുടെ അധ്വാനങ്ങൾ കൊണ്ടും തങ്ങളുടെ സമ്പത്ത് കൊണ്ടും അല്ലെങ്കിൽ തങ്ങളുടെ പൂർവികരുടെ സ്വത്ത് കൊണ്ടും ഈ കടങ്ങൾ വീട്ടുവാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുന്ന ഇടത്താണ് സമ്പന്നരുടെ അടിമകളായി ജനം മാറ്റപ്പെട്ടു പോകുന്നത്. ജീവിതകാലം മുഴുവനും അടിമകളായി മാറുന്ന ജനതയുണ്ട്. ജീവിതകാലം മുഴുവനും അധ്വാനിച്ചാലും കടം തീർക്കുവാൻ കഴിയാതെ തലമുറകളിലേക്ക് അടിമത്വം നീണ്ടുപോയ ഒരു കാലഘട്ടത്തിൽ, ദീർഘമായ കാലഘട്ടം, തലമുറകളായി അടിമകളായി പോകുന്ന ഒരു ജനത. ആ ജനതയുടെ പ്രതീക്ഷ 50-ാം വർഷമാണ്, ജൂബിലി വർഷമാണ്. കാരണം ഏതു മനുഷ്യനും അവന്റെ കടങ്ങൾ അവന് കൊടുത്തു തീർക്കുവാൻ കഴിഞ്ഞെങ്കിലും ഇല്ല എങ്കിലും സ്വതന്ത്രമാകുന്ന ദിവസമാണ് 50-ാമത്തെ ദിവസം. ഇന്നലകളിലെ കടങ്ങളിൽ നിന്നും ഇളവ് ലഭ്യമാകുന്ന, കടങ്ങളിലൂടെ താൻ അനുഭവിച്ചിരുന്ന ശിക്ഷയിൽ നിന്നും താൻ സ്വതന്ത്രമായി തീരുന്ന ദിവസമാണ്, വർഷമാണ് 50-ാമത്തെ വർഷം. ജൂബിലി വർഷം അത് അടിമത്വത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് എങ്കിൽ പെന്തക്കോസ്ത് നാളിൽ ക്രിസ്തുവിലൂടെ, പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ലഭ്യമാകുന്നത് പാപത്തിന്റെ അടിമത്വത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. ഒരിക്കലും നമുക്ക് കൊടുത്തു തീർക്കുവാൻ കഴിയാത്ത, ശിക്ഷയിലൂടെ അനുഭവിച്ചു തീർക്കുവാൻ കഴിയാത്ത,
വലിയ പാപത്തിന്റെ കെണിയിൽപ്പെട്ടവരാണ് ഓരോ മനുഷ്യനും. അവനെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാനാണ് ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. പരിശുദ്ധാത്മാവിലൂടെ, ക്രിസ്തുവിലൂടെ ലഭ്യമായ പാപക്ഷമയുടെ സ്വാതന്ത്ര്യം നാം പ്രാപിക്കുന്നു എന്നതാണ്. പരിശുദ്ധാത്മാവ് നമ്മിൽ പാപത്തിന്റെ അടിമത്വത്തിൽ നിന്നും ക്രിസ്തുവിലൂടെ ലഭ്യമായ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മെ നയിക്കുന്നു എന്നതാണ്. പാപത്തിൽ നിന്ന് മാത്രമല്ല, പാപബോധത്തിൽ നിന്നും കുറ്റബോധങ്ങളിൽ നിന്നുമുള്ള സ്വാതന്ത്ര്യം കർത്താവ് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വചനം പറയുന്നുണ്ട്, ഇനിയും നിങ്ങൾ അടിമ നുകങ്ങളിൽ കുടുങ്ങിപ്പോകരുത്. അടിമ നുകങ്ങളിൽ നിന്നുമുള്ള വിമോചനമാണ്, സ്വാതന്ത്ര്യമാണ് പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ലഭ്യമാവുക. ഇന്നലകളിലെ വഴിതെറ്റിയ ജീവിതം നമുക്ക് നൽകിയതായ ലജ്ജ ഒരുപക്ഷെ ഇന്ന് മാറി നടക്കുവാൻ തുടങ്ങുന്നുണ്ടെങ്കിലും ഇന്നലകളിലെ പാപഭാരവും പാപത്തിൻ്റെതാകുന്ന ബോധ്യവും നമ്മെ ഇന്നും ലജ്ജയിലേക്ക്, തലകുനിയുന്ന ജീവിത അനുഭവങ്ങളിലേക്ക് നയിക്കുന്നുണ്ടെങ്കിൽ വചനം പറയുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളെ സ്വതന്ത്രരാക്കും. നിങ്ങളുടെ ഉള്ളിൽ നിലനിൽക്കുന്ന ഇന്നലകളിലെ പാപബോധങ്ങളിൽ നിന്നും ക്രിസ്തുവിലൂടെ ലഭ്യമായ വിമോചനത്തിന്റെ യഥാർത്ഥമായ അർത്ഥം പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ബോധ്യപ്പെടുത്തി അതിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുന്നു എന്നാണ്. പലരുടെയും പ്രശ്നം, ഇന്നലകളിൽ സംഭവിച്ചു പോയ വീഴ്ചകളിൽ ഇന്നും അവർ ജീവിച്ചു പോകുന്നു എന്നതാണ്. ഇന്നലകളിൽ സംഭവിച്ച പരാജയങ്ങളുടെ ലജ്ജയുടെ ഭാരം ഇന്നും അവർ പേറുന്നു എന്നതാണ്. അതിൽ നിന്നും മാറി നടക്കുവാൻ കഴിയണമെങ്കിൽ പരിശുദ്ധാത്മാവിലൂടെ യഥാർത്ഥമായ സ്വാതന്ത്ര്യം പ്രാപിക്കേണ്ടിയിരിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് പ്രാപിച്ചതിന് ശേഷം പത്രോസിന്റെ പ്രസംഗത്തിൽ അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 38-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നുണ്ട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുവിന്റെ നാമത്തിൽ സ്നാനം ഏൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ നിങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. പരിശുദ്ധാത്മാവ് നമ്മെ പാപചിന്തയാൽ ദൈവത്തിൽ നിന്നും അകറ്റുകയല്ല, നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ തിരിച്ചറിഞ്ഞ് ദൈവത്തിലേക്ക് കൊണ്ടുവരികയും കരുണയുടെ അനുഭവം നമ്മുടെ ജീവിതങ്ങളിലേക്ക് പകർന്നു നൽകുകയും ചെയ്യുന്നു എന്നതാണ്. പരിശുദ്ധാത്മാവ് നമ്മെ ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിന്റെ അരികിലേക്ക് നമ്മെ ചേർത്ത് അണയ്ക്കുന്നുണ്ട്. കർത്താവിനെ 3 വട്ടം തള്ളിപ്പറഞ്ഞ പത്രോസിന് കർത്താവിന്റെ മുഖത്ത് നോക്കുവാൻ പോലും കഴിയാതെ ലജ്ജാഭാരത്തിലാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് അവനിലെ പാപബോധത്തെ മാറ്റി പാപക്ഷമയുടെ ബോധ്യം നൽകി ധൈര്യത്തോടെ എഴുന്നേറ്റ് നിന്ന് കർത്താവിന് വേണ്ടി പൊരുതുവാനുള്ള കൃപ പരിശുദ്ധാത്മാവ് നൽകുന്നുണ്ട്. അപ്പന്റെ ഇളയ മകൻ സ്വത്തെല്ലാം നേടി ദൂരദേശത്തേക്ക് പോയവനാണ്. എന്നാൽ അവൻ രൂപാന്തരം വരുമ്പോൾ, തന്റെ കുറവുകൾ അവൻ ഉണരുമ്പോൾ, പാപബോധം അവന് വരുമ്പോൾ അവൻ അപ്പന്റെ അരികിലേക്ക് മടങ്ങി വരുന്നുണ്ട്. പക്ഷെ മടങ്ങി വരുമ്പോഴും ഇന്നലകളിലെ പാപഭാരം അവനെ ചുമക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ അപ്പന്റെ അരികിലേക്ക് കടന്നു വന്ന് പറയുവാൻ ശ്രമിക്കുന്നത്, അപ്പ ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല, നിന്റെ കൂലിക്കാരിൽ ഒരുവനെ പോലെ എന്നെ ആക്കണം. നിന്റെ കൂലിക്കാരനായിട്ട് എന്നെ കണ്ടാൽ മതി, എന്നെ ഒരു അടിമയായിട്ട് കണ്ടാൽ മതി, പക്ഷെ നിന്നോടൊപ്പം ആയിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ വിധത്തിൽ അപ്പന്റെ അരികിലേക്ക് മടങ്ങി വരുമ്പോഴും അവന്റെ ഉള്ളിൽ പാപബോധമുണ്ട്. ഇന്നലകളിൽ സംഭവിച്ച വീഴ്ചയുടെ ഭാരം അവനെ ഭരിക്കുന്നുണ്ട്. എന്നാൽ അപ്പൻ ഓടിച്ചെന്ന് അവനെ മാറോടണച്ച് അവന്റെ കഴുത്തിലും അവന്റെ ശരീരത്തിലും ചുംബിച്ച് അവനെ മകനായി സ്വീകരിക്കുകയാണ്. അവന് മേലങ്കി നൽകി, മോതിരം നൽകി, ചെരുപ്പ് നൽകി, അവന് വേണ്ടി കാളക്കുട്ടിയെ അറക്കുമ്പോൾ അവൻ അടിമയായിട്ടല്ല മാറുന്നത്, കൂലിക്കാരിൽ ഒരുവനായിട്ടല്ല, ഇന്നലകളിൽ നഷ്ടപ്പെട്ടു പോയ പുത്രത്വത്തെ അവന് മടക്കി ലഭ്യമാവുകയാണ്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ റോമർക്ക് ലേഖനം 8-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രയെ പ്രാപിച്ചത്. പുത്രത്വത്തിന്റെ ആത്മാവ് നൽകി നമ്മെ ദൈവ മക്കളായിട്ട് ചേർക്കുന്നു എന്നതാണ് പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ലഭ്യമാകുന്ന സ്വാതന്ത്ര്യം. പ്രിയ ദൈവജനമേ, പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ലഭ്യമാകുന്ന ഒന്നാമത്തെ സ്വാതന്ത്ര്യം അത് പാപത്തിന്റെ അടിമത്വത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. യെശയ്യാ പ്രവചനം 61-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ ഇസ്രായേൽ ജനതയോട് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ യിരെമ്യാ പ്രവാചകന് പ്രകാരം പറയുന്നുണ്ട്, നാണത്തിന് പകരം നിങ്ങൾക്ക് ഇരട്ടിയായി പ്രതിഫലം കിട്ടും, ലജ്ജയ്ക്ക് പകരം അവർ തങ്ങളുടെ ഓഹരിയിൽ സന്തോഷിക്കും. നാണവും ലജ്ജയും മാറ്റി ഇന്നലകളിൽ നഷ്ടമായ പ്രതാപങ്ങളിലേക്ക് മടക്കി വരുത്തുന്നു എന്നതായ ഒരു പ്രഖ്യാപനമാണ് യെശയ്യാ പ്രവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ യെശയ്യാവ് ജനതയോട് പറയുകയാണ്,
നിങ്ങളുടെ ലജ്ജകളെ, നിങ്ങളുടെ നാണങ്ങളെ കർത്താവ് മാറ്റി നിങ്ങളെ പുനഃസ്ഥാപിക്കുന്നവനാണ്. കർത്താവിന്റെ അരികിലേക്ക് മടക്കി വരുത്തുന്നവനാണ്. പരിശുദ്ധാത്മാവെ, ഞങ്ങളെ സ്വതന്ത്രരാക്കണമേ. ഒന്നാമത് നമുക്ക് ലഭ്യമാകുന്ന സ്വാതന്ത്ര്യം അത് പാപത്തിന്റെ അടിമത്വത്തിൽ നിന്നുള്ളതായ സ്വാതന്ത്ര്യമാണ്. രണ്ടാമത്, ഏതുതരം സ്വാതന്ത്ര്യമാണ് പരിശുദ്ധാത്മദാനത്തിലൂടെ നമുക്ക് ലഭ്യമാകുന്നത്? യെശയ്യാ പ്രവചനം 61-ാം അധ്യായത്തിൽ അതിന്റെ ആരംഭവാക്യങ്ങളിൽ പ്രകാരം കാണാം, ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാനായിട്ടാണ് പരിശുദ്ധാത്മാവ് പ്രവാചകന്റെ മേൽ വന്നിരിക്കുന്നുവെന്നാണ്. അതിന്റെ 3-ാമത്തെ വാക്യം മുതൽ പ്രകാരം പറയുന്നു, ദുഃഖിതന്മാരെയൊക്കെയും ആശ്വസിപ്പിക്കുവാനും സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീരിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാൻ അവൻ എന്നെ അയച്ചിരിക്കുന്നു എന്നാണ്. പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ലഭ്യമാകുന്ന രണ്ടാമത്തെ സ്വാതന്ത്ര്യം അത് ദുഃഖങ്ങളിൽ നിന്നും നമ്മെ സ്വതന്ത്രരാക്കുന്നു എന്നതാണ്. ദുഃഖങ്ങളിൽ നിന്നും, ആകുലതകളിൽ നിന്നും, സങ്കടങ്ങളിൽ നിന്നും പരിശുദ്ധാത്മാവ് നമ്മെ സ്വതന്ത്രരാക്കുകയാണ്. നഷ്ടം സംഭവിക്കാത്തതായി ആരും തന്നെയില്ല. നമ്മുടെ ജീവിതങ്ങളിൽ ഏതു മേഖലകളിലാണ് നമുക്ക് നഷ്ടം സംഭവിച്ചിരിക്കുന്നത്? പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ട വേർപാടിന്റെ ദുഃഖങ്ങളിൽ ആയിരിക്കുന്നവരുണ്ടാകാം. സാമ്പത്തികമായ നഷ്ടം സംഭവിച്ച് കടക്കെണികളിൽ ആയിരിക്കുന്നവരുണ്ടാകാം. ഉപജീവന മാർഗങ്ങൾ നഷ്ടപ്പെട്ട വേദനകളിൽ, നിരാശകളിൽ ആയിരിക്കുന്നവരുണ്ടാകാം. ഇന്നലകളിലെ പഠനങ്ങളിലെ പരാജയ മുഖാന്തരം ദുഃഖങ്ങളിൽ ആയിരിക്കുന്നവരുണ്ടാകാം. വ്യത്യസ്ത നിലകളിൽ സംഭവിച്ച നഷ്ടം നമ്മെ ദുഃഖത്തിലേക്ക്, വേദനയിലേക്ക്, നിരാശയിലേക്ക് നയിക്കാറുണ്ട്. യെശയ്യാവ് തന്റെ പ്രവചനം അറിയിക്കുമ്പോൾ, പ്രത്യേകിച്ച് 61-ാമത്തെ അധ്യായത്തിൽ ഈ പ്രവചനവാക്യങ്ങൾ ബാബിലോണിയ പ്രവാസത്തിൽ നിന്നും മടങ്ങി വന്ന ഒരു ജനതയ്ക്ക് നൽകുന്ന ആശ്വാസത്തിന്റെ വാക്കുകളാണ്. ദീർഘമായ വർഷങ്ങൾ ബാബിലോണിയ പ്രവാസത്തിലായിരുന്ന ജനം ഇന്ന് വിടുവിക്കപ്പെട്ടു. അവർക്ക് സ്വാതന്ത്ര്യം ലഭ്യമായി. അവർ സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വന്നിരിക്കുകയാണ്. പക്ഷെ ഇന്നും അവരുടെ മുഖങ്ങളിൽ, അവരുടെ ജീവിതങ്ങളിൽ ദുഃഖം തളം കെട്ടി നിൽക്കുകയാണ്. കാരണം അനേകം പേർക്ക് പ്രിയപ്പെട്ടവർ നഷ്ടമായി പോയിട്ടുണ്ട്. അനേകരുടെ ഭവനങ്ങൾ തകർന്നു പോയി. വരുമാന മാർഗങ്ങൾ നശിച്ചു പോയി. കൃഷിയിടങ്ങളെല്ലാം വളക്കൂറില്ലാതെ തകർന്നു കിടക്കുകയാണ്. കൊടിയ ദാരിദ്ര്യത്തിലേക്കാണ് ഈ ജനം കടന്നു വന്നിരിക്കുന്നത്. അതിനേക്കാളൊക്കെ ഏറെ അവർ വേദനിപ്പിക്കുന്നത് തകർന്നു കിടക്കുന്ന യെരുശലേമിന്റെ വൻമതിലാണ്. അവരുടെ ആരാധനാ കേന്ദ്രമായ യെരുശലേം ദേവാലയം തകർന്നിരിക്കുകയാണ്. ഇതൊന്നും പുതുക്കി പണിയപ്പെട്ടിട്ടില്ല. ഒരു സ്വാതന്ത്ര്യം അവർക്ക് ലഭ്യമായി, ഒരു വിമോചനം അവർക്ക് ലഭിച്ചു. അടിമത്വത്തിൽ നിന്നും അവർ സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വന്നിരിക്കുകയാണ്. പക്ഷെ മറ്റൊരു തരത്തിൽ ഇന്നും അവരുടെ ജീവിതത്തിൽ സ്വാതന്ത്ര്യമില്ല. ശരിയായി സന്തോഷിക്കുവാൻ, ശരിയായി സമാധാനത്തോട് ജീവിപ്പാനായിട്ട് അവർക്ക് കഴിയുന്നില്ല. ദുഃഖത്താൽ, നിരാശയാൽ ഈ ജനം ആയിരിക്കുകയാണ്. ആ ജനതയോട് പ്രവാചകൻ പറയുകയാണ്, പരിശുദ്ധാത്മാവ് എന്റെ മേൽ വന്നിരിക്കുകയാണ്. ഈ ആത്മാവ് എന്റെ മേൽ വന്നിരിക്കുന്നത് തകർന്നിരിക്കുന്ന ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുവാനാണ്. ദുഃഖിച്ചിരിക്കുന്നവരുടെ ദുഃഖത്തെ മാറ്റുവാനാണ്. നഷ്ടമായതൊക്കെ മടക്കി ലഭ്യമാകുന്ന പ്രത്യാശ അവർക്ക് പകർന്നു നൽകുവാനാണ്. പരിശുദ്ധാത്മാവ് പെന്തക്കോസ്ത് നാളിൽ ശിഷ്യന്മാരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ പെന്തക്കോസ്ത് അനുഭവത്തിലൂടെ നമുക്ക് ലഭ്യമാകുന്ന രണ്ടാമത്തെ അനുഗ്രഹം ദുഃഖങ്ങളിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നു എന്നതാണ്. പ്രിയമുള്ളവരെ, ദുഃഖങ്ങളിൽ ആശ്വസിപ്പിക്കുന്ന ദൈവീക സാന്നിധ്യമായി പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെയുണ്ട്. ജീവിതത്തിന്റെ ഏതൊക്കെ മേഖലകളിലാണ് നാം ദുഃഖത്തിലായിരിക്കുന്നത്? ആർക്കും ആശ്വസിപ്പിക്കുവാൻ കഴിയാത്ത വേദനകളിൽ, നിരാശകളിൽ, സങ്കടങ്ങളിൽ നിങ്ങളായിരിക്കുന്നുവെങ്കിൽ ഈ പ്രഭാതം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകണമേ. ദുഃഖങ്ങളിൽ നിന്നും, നിരാശകളിൽ നിന്നും ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകണമേ. മിഷണറി വര്യനായ ഗ്രഹാം സ്റ്റേയിൽ തന്റെ മക്കളായ 2 പേർ, ഫിലിപ്പും തിമോത്തിയും, 10 വയസ്സും 6 വയസ്സുമുള്ള പിഞ്ചോമന പൈതങ്ങളും തന്റെ ഭർത്താവും സുവിശേഷ വിരോധികളാൽ ജീപ്പിനുള്ളിൽ വെച്ച് ജീവനോടെ ചുട്ട് കൊല്ലപ്പെട്ട വാർത്തയറിഞ്ഞ് തകർന്നുപോയ ഗ്ലാഡിസ് എന്ന് പറയുന്ന ഒരു അമ്മ, തന്റെ ഭർത്താവ് നഷ്ടമായി, തന്റെ 2 പിഞ്ചോമന മക്കളും നഷ്ടമായി. ആ വേദനകളിൽ, നിരാശകളിൽ, വേർപാടിന്റെ കഠിന ദുഃഖങ്ങളുടെ മധ്യേ ചില ദിവസങ്ങൾക്ക് ശേഷം അവരുടെ അരികിലേക്ക് ഇന്റർവ്യൂ നടത്തുവാനായിട്ട് കടന്നു വന്ന മാധ്യമ പ്രവർത്തകരോട് ആ സ്ത്രീ പറഞ്ഞത് പ്രകാരമാണ്, ഞങ്ങൾക്ക് ആരോടും പിണക്കമില്ല, ഞങ്ങൾ എല്ലാവരോടും ക്ഷമിക്കുകയാണ്. എന്റെ ഭർത്താവിനെയും എന്റെ പിഞ്ചോമന മക്കളെയും ചുട്ടുകൊന്ന അവരോട് പോലും ഞാൻ ക്ഷമിക്കുകയാണ്. ഞങ്ങളുടെ ആഗ്രഹം ഒന്നേ ഉള്ളൂ, ഈ ഇന്ത്യ മുഴുവനും ക്രിസ്തുവിന്റെ സ്നേഹം തിരിച്ചറിയണം. ഈ ഇന്ത്യ മുഴുവനും ക്രിസ്തുവിലേക്ക്, ക്രിസ്തുവുമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് വരണം. അത് മാത്രമേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ.
എവിടെയാണ് ഇത്രത്തോളം വലിയ ദുഃഖങ്ങളുടെ മധ്യേയും അവർക്ക് ആശ്വാസം കണ്ടെത്തുവാൻ കഴിയുന്നത്? അത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നൽകുന്ന ആശ്വാസം തന്നെയാണ്. ഈ ദിവസം നാം എത്ര കഠിന വേദനകളിലൂടെ, ദുഃഖങ്ങളിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിങ്ങളുടെ കണ്ണുനീരുകളെ തുടയ്ക്കുന്നതാണ്, നിങ്ങൾക്ക് ആശ്വാസം നൽകുന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ സ്വതന്ത്രമാക്കണമേ. ദുഃഖങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും ഞങ്ങളെ സ്വതന്ത്രം ആക്കണമേ. മൂന്നാമതായി, ഏത് ജീവിത അനുഭവങ്ങളിൽ നിന്നാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭ്യമാകേണ്ടുന്നത്? യെശയ്യാ പ്രവചനം 61 അധ്യായം 4 വാക്യത്തിൽ അവിടെ പ്രകാരം കാണാം, അവർ പുരാതന ശൂന്യങ്ങളെ പണികയും പൂർവന്മാരുടെ നിർജ്ജന സ്ഥലങ്ങളെ നന്നാക്കുകയും തലമുറ തലമുറയായി നിർജ്ജനമായിരുന്ന ശൂന്യ നഗരങ്ങളെ കേടുപോക്കുകയും ചെയ്യും. അവർ പുരാതനമായ ശൂന്യങ്ങളെ പണിയും, പൂർവികരുടെ കാലത്ത് നിർജ്ജനമായിരുന്ന സ്ഥലങ്ങളെ അവർ നന്നാക്കും, തലമുറ തലമുറയായി നിർജ്ജനമായിരിക്കുന്ന ശൂന്യ നഗരങ്ങളെ അവർ പണിയും. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ പരിശുദ്ധാത്മാവ് നൽകുന്ന മൂന്നാമത്തെ സ്വാതന്ത്ര്യം ലക്ഷ്യമില്ലാത്ത ജീവിതങ്ങളിൽ നിന്നുമുള്ള സ്വാതന്ത്ര്യമാണ്. വ്യക്തമായ ലക്ഷ്യബോധം, വ്യക്തമായ ദൗത്യം നമുക്ക് ലഭിക്കുന്നു എന്നതാണ്. പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ലഭിക്കുന്നത് വ്യക്തമായ ദൈവിക ദൗത്യമാണ്. മറ്റൊരർത്ഥത്തിൽ ലക്ഷ്യമില്ലാതെയുള്ള നമ്മുടെ ജീവിതങ്ങൾക്ക് ഒരു ലക്ഷ്യം വരുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. ശിഷ്യന്മാരുടെ ജീവിതം നാം പരിശോധിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ സജീവമായ സാന്നിധ്യം അവർക്ക് നഷ്ടമായി. എന്തു ചെയ്യണം എന്ന് അവർക്കറിയില്ല. കഴിഞ്ഞ 3.5 വർഷകാലവും അവർക്കിതിനെ ചിന്തിക്കേണ്ടിയിരുന്നില്ല. കാരണം അവർ ലക്ഷ്യം ക്രിസ്തുവായിരുന്നു. ക്രിസ്തുവാണ് അവരെ നയിച്ചിരുന്നത്. മാർഗമായ ക്രിസ്തുവിലൂടെ ശരിയായ ലക്ഷ്യങ്ങളിലേക്ക് അവർ നടന്നുകൊണ്ടേയിരുന്നു. എന്നാൽ ഇന്ന് ക്രിസ്തുവിന്റെ സാന്നിധ്യം നഷ്ടമായി. എന്തു ചെയ്യണമെന്നറിയില്ല. പത്രോസും ചിലരുമായിട്ട് ഉപേക്ഷിച്ച വള്ളവും വലയുമായിട്ട് വീണ്ടും കടൽ തീരത്തേക്ക് പോകുന്നുണ്ട്. പക്ഷേ പ്രതീക്ഷിച്ചതുപോലെ അവർക്ക് മീൻ കിട്ടുന്നില്ല. ക്രിസ്തുവിന്റെ സാന്നിധ്യമാണ് വീണ്ടും അവർക്ക് ഒരു വലിയ മീൻകൂട്ടത്തിന്റെ അനുഭവം നൽകുന്നത്. ലക്ഷ്യബോധമില്ലാതെ നടന്ന ശിഷ്യന്മാർ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരുമ്പോൾ വ്യക്തമായ ലക്ഷ്യമുള്ളവരായിട്ട് അവർ മാറുകയാണ്. സഭ സ്ഥാപിക്കപ്പെടുകയാണ്. മിഷൻ പ്രവർത്തനങ്ങളുമായി അപ്പോസ്തലന്മാർ ലോകത്തിന് അറ്റത്തോളം പോവുകയാണ്. പത്രോസിന്റെ ആദ്യത്തെ പ്രസംഗത്തിൽ 3000-ൽ അധികം പേരാണ് മാനസാന്തരപ്പെടുന്നത്. പത്രോസിന്റെ നിഴലിൽ പോലും ക്രിസ്തുവിന്റെ വിടുതലിന്റെ സാന്നിധ്യമുണ്ട് എന്ന് ജനം വിശ്വസിക്കുന്ന വിധത്തിൽ അവരുടെ ശുശ്രൂഷകൾ ബലപ്പെടുവാൻ തുടങ്ങി. അധികാരികളുടെ മുമ്പിൽ പോലും ധൈര്യത്തോടെ അവർ പ്രഖ്യാപിക്കുകയാണ്, ഈ വാർത്ത, ഈ വിശേഷം, ക്രിസ്തുവിന്റെ സുവിശേഷം ഞങ്ങൾ അറിയിക്കും. തങ്ങളുടെ ദൗത്യത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യം ശിഷ്യന്മാർക്ക് ലഭ്യമാകുന്നത് പരിശുദ്ധാത്മ നിറവിലൂടെയാണ്. ആത്മാവിന്റെ നിറവിൽ യെശയ്യാ പ്രവാചകൻ ജനതയോട് പറയുകയാണ്, ഈ ആത്മാവ് നിങ്ങളെയും ലക്ഷ്യത്തിലേക്ക് നയിക്കും. എന്തു ചെയ്യണമെന്നറിയാതെ ലക്ഷ്യബോധം നഷ്ടപ്പെട്ടവരായി നിരാശകളുടെ മധ്യം നിങ്ങളായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരികയും നിങ്ങളുടെ മേൽ കൃപകളെ പകരുകയും ചെയ്യും. ഇതാ തകർന്നു കിടക്കുന്ന ഈ പട്ടണം നിങ്ങളിലൂടെ കർത്താവ് പുതുക്കി പണിയും. തകർന്നുപോയ ഈ ദേവാലയം നിങ്ങളിലൂടെ കർത്താവ് പുതുക്കി പണിയും. വ്യക്തമായ ബോധ്യങ്ങളും വ്യക്തമായ ലക്ഷ്യങ്ങളും നൽകി ശരിയായ ലക്ഷ്യങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ നയിക്കും. പ്രിയ മാതാപിതാക്കളെ, പ്രിയ കുഞ്ഞുങ്ങളെ, പ്രിയ ദൈവജനമേ, ലക്ഷ്യബോധമില്ലാത്തവരായി നാം എപ്പോഴെങ്കിലും മാറിയിട്ടുണ്ടോ? എല്ലാ ദിവസങ്ങളിലും ദൈനംദിനം നാം ചെയ്തു വരുന്ന പ്രവൃത്തികളൊക്കെ ചെയ്യുന്നവരായിരിക്കാം. അതിരാവിലെ ഉണരുന്നുണ്ട്, മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, ഉപജീവന മാർഗത്തിന് കടന്നു പോകുന്നുണ്ട്, പഠനത്തിനായിട്ട് കടന്നു പോകുന്നുണ്ട്. ഈ വിധത്തിൽ തിരക്കേറിയ ജീവിത അനുഭവങ്ങളുടെ മധ്യയാണ് നാം ആയിരിക്കുന്നത്. എന്നാൽ ശരിയായ ലക്ഷ്യബോധം നമുക്കുണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നുണ്ട്. 10ാം ക്ലാസ് കഴിഞ്ഞ് അടുത്ത ഉപരിപഠനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കുഞ്ഞ് ഏത് മേഖലയിലേക്കാണ് ഞാൻ പഠിക്കേണ്ടത് എന്ന വ്യക്തമായ തീരുമാനമെടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? +2 കഴിഞ്ഞവരും ഡിഗ്രി കഴിഞ്ഞവരും എല്ലാം സമാനം തന്നെയാണ്. ഇന്നൊരു പക്ഷെ സാധ്യതകൾ ഏറെ ആയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. നമുക്ക് മുമ്പിൽ അവസരങ്ങൾ ഒത്തിരിയുണ്ട്. പക്ഷെ തിരഞ്ഞെടുക്കുവാൻ കഴിയാതെ കൺഫ്യൂഷനായി പോകുന്ന, ലക്ഷ്യബോധം നഷ്ടപ്പെട്ടവരായി മാറുന്ന ഒരു ലോകത്താണ് നാം ആയിരിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാമോ? ശരിയായ ലക്ഷ്യങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കും. ദാരിദ്ര്യമായ കുടുംബ പശ്ചാത്തലത്തിൽ ചെരുപ്പുകുത്തിയായി തന്റെ കുടുംബം പുലർത്തിയിരുന്ന വില്യം കേറി എന്ന മനുഷ്യനാണ് ആധുനിക ലോകം കണ്ട ഏറ്റവും വലിയ പെന്തക്കോസ്ത് നാൾ നിങ്ങളെ ദുഃഖങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും സ്വതന്ത്രമാക്കും. ഈ പെന്തക്കോസ്ത് നാൾ നിങ്ങളെ ശരിയായ ലക്ഷ്യങ്ങളിലേക്ക് നയിക്കും. ലക്ഷ്യബോധമില്ലാത്ത അനുഭവങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകും. ഈ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിലൂടെ യഥാർത്ഥമായ സ്വാതന്ത്ര്യം പ്രാപിപ്പാൻ ദൈവം നിങ്ങൾ ഒരുക്കുമാറാകട്ടെ. ആമേൻ.